തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെട്ടു. കൊലപാതകത്തിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് ഹമാസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലെബനൻ അപകടത്തിന്റെ വക്കിലെന്നും സംയമനം പാലിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ഒരുപക്ഷെ ഹമാസിന് ഏറ്റവും വലിയ വെല്ലുവിളിയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഉയർത്തുന്നത്. ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം. ഒരുപക്ഷെ അവർക്ക് മൊസാദ് ചെയ്യുന്നൊരു ക്വിക്രിയായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ലോക യുദ്ധ മേഖലയ്ക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നടുങ്ങി നിൽക്കുകയാണ് ഹമാസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രയേൽ ഇന്നലെ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ബുദ്ധി കേന്ദ്രം അതുപോലെ അവരുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ 14 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് ലെബനനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1983 ബെയ്റൂട്ടിലെ US എംബസി ബോംബിട്ട് 63 പേരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇബ്രാഹിം അഖിലിന്റെ തലയ്ക്ക് $7 മില്യൺ ആണ് അമേരിക്ക പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെയ്റൂട്ടിൽ തന്നെ 241 അമേരിക്കൻ നാവിക സേനാംഗങ്ങളെ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതും അഖിലിന്റെ സംഘമായിരുന്നു. അഖിലും ഒരു പാലസ്തീൻ സംഘവുമായി ചർച്ച നടത്തുന്ന കെട്ടിടമാണ് ഇന്നലെ ഇസ്രയേൽ വ്യോമസേന തകർത്തത്. ലെബനന് പുറത്തുള്ള ആക്രമണങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ ചുമതലയുള്ള ഹിസ്ബുള്ളയുടെ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കുന്ന ഇബ്രാഹിം അഖിലിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഇത് കൂടാതെ 10ഓളം കമാൻഡർമാരും ഇന്നലെ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം വടക്കൻ ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമാസിന്റെ പ്രതികരണവും എസ്കെനെ എത്തിയിട്ടുണ്ട്. ഇബ്രാഹിം അഖിലിന്റെ കൊലപാതകത്തിന് കനത്ത വില ഇസ്രയേൽ നൽകേണ്ടി വരുമെന്ന് ഹമാസ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലും ഈ വിഷയം എത്തി. ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത നേതൃത്വവും നയതന്ത്ര പ്രതിനിധികളും സംഘർഷം ഉടൻ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖല അപകടത്തിന്റെ വക്കിലാണെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗട്ടറോസ് ഇതിനോട് പ്രതികരിച്ചത്. എസ്കെൻ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്നും ചേർന്ന്